പാമോലിൻ കേസിൽ സർക്കാരിന് വൻ തിരിച്ചടി. കേസിൽ വിചാരണ തുടരാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. കേസ് പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനം ജുഡീഷ്യൽ നടപടികൾ അട്ടിമറിക്കുന്നതും പൊതുജന താൽപര്യത്തിന് വിരുദ്ധമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. പാമോലിൻ ഇടപാടിൽ ഖജനാവിന് നഷ്ടം വന്നിട്ടുണ്ടോ എന്നും ആരെങ്കിലും ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നും അറിയാൻ പൊതുജനത്തിന് അവകാശമുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കേസ് പിൻവലിക്കാനാവില്ലെന്നും വിചാരണ തുടരാമെന്നും ജസ്റ്റിസ് പി ഉബൈദ് വ്യക്തമാക്കുകയായിരുന്നു. രാഷ്ട്രീയക്കാർക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കുമെതിരായ അഴിമതി കേസ് പിൻവലിക്കുന്നത് തെറ്റായ സന്ദേശമാണ് നൽകുക. കേസ് പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനം പൊതുതാൽപര്യത്തിന് എതിരാണ്. രാഷ്ട്രീയക്കാരും ഉന്നത ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടിട്ടുള്ള കേസായതുകൊണ്ട് തന്നെ പ്രതികൾ വിചാരണ നേരിടണം. പ്രതികളുടെ വാദങ്ങൾ വിചാരണ കോടതിയിലാണ് ഉന്നയിക്കേണ്ടതെന്നും ജസ്റ്റിസ് പി ഉബൈദ് ചൂണ്ടിക്കാട്ടി. പ്രധാന സാക്ഷികൾ മരിച്ചുവെന്ന കാരണത്താൽ കേസ് അവസാനിപ്പിക്കാനാവില്ല. പ്രതിപക്ഷ നേതാവിനും സുനിൽകുമാർ MLAയ്ക്കും കേസിൽ ഇടപെടാനുള്ള അവകാശമുണ്ടെന്നും കോടതി വ്യക്തമാക്കി. ജിജി തോംസനെ കുറ്റമുക്തനാക്കാനാവില്ലെന്ന തൃശൂർ വിജിലൻസ് കോടതി നടപടിയും ഹൈക്കോടതി ശരിവെച്ചു. പാമോലിൻ ഇറക്കുമതിയിലൂടെ സർക്കാരിന് നഷ്ടമുണ്ടായിട്ടില്ലെന്നും IAS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുടെ സ്ഥാനക്കയറ്റം തടസ്സപ്പെടുകയാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ ആദ്യം തൃശൂർ വിജിലൻസ് കോടതിയിൽ കേസ് പിൻവലിക്കാൻ ഹർജി നൽകിയത്. എന്നാൽ വിജിലൻസ് കോടതി സർക്കാരിൻ്റെ ഹർജി തള്ളി. തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഫലത്തിൽ ഹൈക്കോടതിയിൽ നിന്നും സർക്കാരിന് വൻ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പാമോലിൻ കേസിലെ ഹൈക്കോടതി വിധി ഉമ്മൻചാണ്ടി സർക്കാരിനേറ്റ കനത്ത പ്രഹരമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. സർക്കാരിന്റെ റിവിഷൻ ഹർജി കോടതി തള്ളിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് അധികാരത്തിൽ തുടരാനുള്ള അർഹത നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാട്ടി. പാമോലിൻ കേസിൽ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് തലസ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു. അഴിമതി പുറത്തുകൊണ്ടുവന്ന തന്നെയും തന്റെ കുടുംബത്തെയും കള്ളക്കേസിൽ കൊടുക്കാനാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ശ്രമിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. അതേസമയം വിധിക്കെതിരെ മുഖ്യമന്ത്രി ഇടപെട്ട് സർക്കാർ തലത്തിൽ തീരുമാനമെടുക്കുമെന്ന് K മുരളീധരൻ MLA പറഞ്ഞു. പാമോലിൻ കേസ് തള്ളിക്കളയാനാകില്ലെന്നും കേസിൽ വിചാരണ തുടരണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ട സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് തലസ്ഥാനത്ത് തുടരാൻ അവകാശമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു. ഹൈക്കോടതി കൊടുത്ത അപ്പീലിന്റെ വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൽ അഴിമതി ഭരണമേധാവികളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അതേപ്പറ്റി ചോദ്യം ചെയ്യാൻ പ്രതിപക്ഷ നേതാവിന് അവകാശമുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട MLAമാർക്ക് അതേപ്പറ്റി ചോദ്യം ചെയ്യാൻ അവകാശമുണ്ട്. അവർക്ക് അവകാശമില്ലെന്ന് പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുകയാണ്. അർഹതയില്ലല്ലോ. അർഹത പണ്ടേ ഞാൻ എത്ര നമ്പരിട്ട് എത്ര കേസാ പറഞ്ഞത് അഴിമതിയുടെ. ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ അഴിമതി കേസിലെ പ്രതിയായ ജിജി തോംസനെ ചീഫ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർത്തരുതെന്നും VS ആവശ്യപ്പെട്ടു. കോടതി വിധി സ്വാഗതാർഹമെന്നും സർക്കാരിന് കനത്ത പ്രഹരമാണ് ഏറ്റിരിക്കുന്നതെന്നും VSനൊപ്പം കോടതിയിൽ ഹർജി നൽകിയ VS സുനിൽകുമാർ MLA വ്യക്തമാക്കി. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരെ നിയമവിരുദ്ധമായി സംരക്ഷിക്കാൻ വേണ്ടി അധികാര ദുർവിനിയോഗം നടത്തിയ ഉമ്മൻചാണ്ടി രാജിവെക്കണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ജനാധിപത്യ ബോധമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ ആവശ്യപ്പെട്ടു. വിധിക്കെതിരെ മുഖ്യമന്ത്രി ഇടപെട്ട് സർക്കാർ തലത്തിൽ തീരുമാനമെടുക്കുമെന്ന് K മുരളീധരൻ വ്യക്തമാക്കി. പാമോയിൽ കേസിലെ ഗവൺമെൻറ്റിൻ്റെയും പാർട്ടിയുടെയും പോളിസി ഒന്ന് തന്നെയാണ്. അതായത് ഈ ഇറക്കുമതിയിൽ ഗവൺമെൻറ്റിന് നഷ്ടമല്ല, ഇത് വിറ്റ് കിട്ടിയ എമൗണ്ടും കൂടെ പരിശോധിക്കുമ്പോൾ ലാഭമാണ് എന്നാണ് ഗവൺമെൻറ് വിശ്വസിക്കുന്നത്. പിന്നെ ഇങ്ങനെ അനന്തമായി നീട്ടുന്നതിലൊരു അർത്ഥമില്ല എന്നുള്ളതുകൊണ്ടാണ് കേസ് പിൻവലിക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചത്. അപ്പോൾ അതിനെതിരായിട്ടുള്ളൊരു വിധി ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഗവൺമെൻറ് തലത്തിൽ തീരുമാനിക്കട്ടെ. ഇക്കാര്യത്തിൽ ഉചിതമായിട്ടുള്ള തീരുമാനം മുഖ്യമന്ത്രി എടുക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം പോലും തൽസ്ഥാനത്ത് തുടരാൻ അവകാശമില്ലെന്നും രാജിവെച്ചൊഴിയണമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ V മുരളീധരനും ആവശ്യപ്പെട്ടു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്. സുനന്ദ പുഷ്കറിന്റെ കൊലപാതകം പീപ്പിൾ ചൂണ്ടിക്കാണിച്ചു. ദില്ലി പോലീസ് തെളിയിച്ചു. പോലീസിന്റെയും മാധ്യമങ്ങളുടെയും ആത്മഹത്യാവാദത്തെ തള്ളിക്കളഞ്ഞത് പീപ്പിൾ TV. സുനന്ദയുടെ മരണത്തിലെ ദുരൂഹതകൾ ഒന്നൊന്നായി ചൂണ്ടിക്കാണിച്ചത് പീപ്പിൾ TV. പ്രധാനപ്പെട്ട ഒരു വാർത്ത ബ്രേക്ക് ചെയ്യേണ്ടി വന്നിരിക്കുന്നു. ദില്ലിയിലെ ലീല പാലസ് ഹോട്ടലിലെ ഒരു റൂമിലാണ് സുനന്ദ പുഷ്കറിനെ മരിച്ചതിൽ കണ്ടെത്തിയിട്ടുള്ളത്. ശാരീരികമായിട്ടുള്ള ആക്രമണത്തിന് പോലും സുനന്ദ പുഷ്കർ വിധേയമായിരുന്നു എന്ന് ചില ഊഹാപോഹങ്ങൾ ഡൽഹി വാർത്തകളിലുണ്ട്. പീപ്പിൾ എന്നും സത്യത്തോടൊപ്പം. പീപ്പിൾ, മലയാളത്തിന്റെ വാർത്താ ഘടികാരം. സുനന്ദ പുഷ്കറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആർക്കും നോട്ടീസ് അയച്ചിട്ടില്ലെന്ന് ദില്ലി പോലീസ് കമ്മീഷണർ BS ബസി അറിയിച്ചു.
തരൂരിനും പേഴ്സണൽ സ്റ്റാഫുകൾക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് അയച്ചുവെന്ന വാർത്ത ശരിയല്ലെന്നും ഉചിതമായ ഘട്ടത്തിൽ തീരുമാനമുണ്ടാകുമെന്നും ബസി പറഞ്ഞു. സുനന്ദ പുഷ്കറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ശശി തരൂരിനും മറ്റ് സഹപ്രവർത്തകർക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് അയച്ചു എന്ന വാർത്തകളാണ് ദില്ലി പോലീസ് കമ്മീഷണർ ബസി നിഷേധിച്ചത്. പ്രത്യേക അന്വേഷണ സംഘം ആർക്കും നോട്ടീസ് അയച്ചിട്ടില്ലെന്നും ആവശ്യം വന്നാൽ ആ ഘട്ടത്തിൽ തരൂരിനെ ചോദ്യം ചെയ്യുമെന്നും ബസി പറഞ്ഞു. उसके अलावा जो रिव्यूइंग द एविडेंस व्हिच हैज ऑलरेडी कम इन द शेप ऑफ मेडिकल बोर्ड ओपिनियन, रिव्यूइंग द एविडेंस व्हिच हैज ऑलरेडी कम इन द शेप ऑफ एक्सपर्ट ओपिनियन, इन सबको एक बार फिर से अच्छे से एनालाइज करके देन क्वेश्चनेयर एटसेट्रा विल बी प्रिपेयर्ड एंड जैसे जैसे मुनासिब होगा वैसे वैसे जो है नोटिस देके जिस भी व्यक्ति को एग्जामिन करना होगा उसको बुलाया जाएगा. अभी फ़िलहाल जो एक आपने अखबारों में बात चलाई है वो ठीक नहीं है और शायद मेरे ख्याल में वो एक हो सकता है किसी ने गलत बता दिया हो, इसलिए आप लोग अपने आप को बनाएंगे नहीं. तो बाकी आपको मैं कहता हूँ जब कोई बात रेलेवेंट होगी आपके संज्ञान में लाई जाएगी, क्योंकि आपको बताए बिना हम बिल्कुल भी आगे नहीं बढ़ना चाहेंगे. സുനന്ദ കൊലക്കേസ് എത്രയും വേഗം പൂർത്തിയാക്കാൻ അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുനന്ദയുടെ മരണം പോലീസിൽ അറിയിക്കാൻ വീഴ്ച വരുത്തിയതെന്തുകൊണ്ട്, സുനന്ദയുടെ ശരീരത്തിൽ 15 മുറിവുകൾ എങ്ങനെയുണ്ടായി, കൊല്ലപ്പെടുന്നതിന് മുമ്പ് സുനന്ദയുമായി അടിപിടിയുണ്ടായിരുന്നോ തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്ക് പ്രത്യേക അന്വേഷണ സംഘം ശശി തരൂരിൽ നിന്നും പേഴ്സണൽ സെക്രട്ടറി അഭിനവ്, വീട്ടുവേലക്കാരൻ നാരായൺ സിംഗ് തുടങ്ങിയവരിൽ നിന്നും ഉടൻ വിവരങ്ങൾ ശേഖരിക്കും. CCTV ദൃശ്യങ്ങൾ സൂക്ഷിച്ചുവെക്കാൻ സാധിക്കില്ലെന്ന് നേരത്തെ വിശദമാക്കിയിരുന്ന ലീല ഹോട്ടൽ അധികൃതർ പുതിയ അന്വേഷണ സംഘത്തിന് CCTV ദൃശ്യങ്ങൾ നൽകിയിട്ടുണ്ടെന്നും വിവരങ്ങളുണ്ട്. കൃത്യമായ രൂപരേഖകൾ തയ്യാറാക്കി തന്നെയാണ് ദില്ലി പോലീസ് സുനന്ദ പുഷ്കർ കൊലപാതക കേസ് അന്വേഷിക്കുന്നത്. ശശി തരൂറിനും മറ്റ് സഹപ്രവർത്തകർക്കും നോട്ടീസ് അയച്ചിട്ടില്ലെന്ന് ദില്ലി പോലീസ് കമ്മീഷണർ തന്നെ വ്യക്തമാക്കിയെങ്കിലും ശശി തരൂറിനെ ചോദ്യം ചെയ്യാനുള്ള പദ്ധതികളുമായി തന്നെയാണ് ദില്ലി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘവും മുന്നോട്ട് പോകുന്നത്. ദില്ലിയിൽ നിന്നും ബിജേഷ് നടുവിൽ. സുനന്ദയുടെ കൊലപാതകത്തിന്റെ തെളിവുകൾ നശിപ്പിക്കാൻ സോണിയാഗാന്ധി കൂട്ടുനിന്നുവെന്ന് സുബ്രഹ്മണ്യം സ്വാമിയുടെ പുതിയ വെളിപ്പെടുത്തൽ. സുനന്ദയെ കൊല ചെയ്യാൻ ഉത്തരവിട്ടത് ഉന്നത രാഷ്ട്രീയ നേതാക്കളാണെന്നും ഗൂഢാലോചനയിൽ ശശി തരൂരും പങ്കെടുത്തുവെന്നും സുബ്രഹ്മണ്യം സ്വാമി ആരോപിച്ചു. സുനന്ദയുടെ കൊലപാതകത്തിന്റെ തെളിവുകൾ നശിപ്പിക്കാൻ സോണിയാഗാന്ധി കൂട്ടുനിന്നുവെന്നായിരുന്നു സുബ്രഹ്മണ്യം സ്വാമിയുടെ പ്രധാന ആരോപണം. സുനന്ദ പുഷ്കറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആദ്യമായാണ് സുബ്രഹ്മണ്യ സ്വാമി സോണിയാഗാന്ധിയുടെ പേര് പരാമർശിക്കുന്നത്. സുനന്ദ പുഷ്കറിന്റെ കൊലപാതകത്തിന് ശേഷം ഭരണസ്വാധീനം ഉപയോഗിച്ച് തെളിവുകൾ നശിപ്പിക്കാൻ ശശി തരൂർ ശ്രമിച്ചു. സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും മുൻ കേന്ദ്രമന്ത്രിമാരുമാണ് ഇതിന് സഹായം ചെയ്തതെന്നാണ് സുബ്രഹ്മണ്യ സ്വാമി ആരോപിച്ചത്. He took steps to hide the evidence, subvert the evidence, wanted to make it out to be a natural death due to natural causes, and he also destroyed evidence by insisting and using his influence through the Congress to get Sonia Gandhi or whoever in authority to see that Sunanda was cremated within 24 hours. These are all extraordinary things that they have done. സുനന്ദയെ കൊല്ലാൻ ഉത്തരവിട്ടത് ഉന്നത രാഷ്ട്രീയ നേതാക്കളാണ്. ഗൂഢാലോചനയിൽ ശശി തരൂരും പങ്കാളിയായി. റോബർട്ട് വദ്രക്കടക്കം പങ്കുള്ള IPL ഇടപാടുകളെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ സുനന്ദയ്ക്കറിയാമായിരുന്നു. ഈ കാര്യങ്ങൾ സുനന്ദ പുഷ്കർ വെളിപ്പെടുത്തുമോ എന്ന കാര്യത്തിൽ ഉന്നത രാഷ്ട്രീയ നേതാക്കൾക്ക് ഭയമുണ്ടായിരുന്നതായും സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞു. There are many politicians who are worried about her revealing the IPL details which would have implicated Vadra and therefore gone to Sonia. But there were other things also she knew and learned from Shashi Tharoor when he was in the UN, which would implicate one or two important politicians in our country. And I think they were the ones, one of them, affected party, organized this hit. ആരാണ് സുനന്ദയെ കൊല ചെയ്യാൻ ഉത്തരവിട്ടത് എന്ന കാര്യം ശശി തരൂർ വെളിപ്പെടുത്തണം. സുനന്ദയുടെ കൊലപാതകത്തിന് പിന്നിലുള്ള ഉന്നതരെക്കുറിച്ച് തനിക്കറിയാമെന്നും തക്ക സമയത്ത് ഇത് വെളിപ്പെടുത്തുമെന്നും സുബ്രഹ്മണ്യ സ്വാമി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ശശി തരൂർ നാളെ മാധ്യമങ്ങളെ കാണും. ഗുരുവായൂരിനടുത്ത് പെരുമ്പായിമന എന്ന റിസോർട്ടിൽ ആയുർവേദ ചികിത്സയിൽ കഴിയുന്ന തരൂർ നാളെ ആശുപത്രി വിടുമെന്നും റിപ്പോർട്ടുണ്ട്. സുനന്ദ പുഷ്കറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ശശി തരൂരിന്റെ 2 സഹായികളെ ദില്ലി പോലീസ് ചോദ്യം ചെയ്തിരിക്കുന്നു. നാരായൺ സിംഗ്, ബജ്രംഗി എന്നീ 2 പേരെയാണ് ചോദ്യം ചെയ്തിട്ടുള്ളത്. വിശദാംശങ്ങളുമായി സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്നും ചേരുന്നു. സന്തോഷ് സർലിംഗ്, ഈ 2 പേരും ശശി തരൂരിൻ്റെ സ്റ്റാഫിൽപ്പെട്ടവരാണോ? എന്താണ് അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ? ഏത് സാഹചര്യത്തിലാണ് ഇവരെ ചോദ്യം ചെയ്തത്?
ഹാരി, കൊലപാതക കേസായി പുതിയ FIR രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിലാണ് ശശി തരൂരിന്റെ സഹായികളെ വീണ്ടും ചോദ്യം ചെയ്തിരിക്കുന്നത്. DCP പ്രത്യേക അന്വേഷണ സംഘം തലവനായ ദില്ലി ദക്ഷിണ മേഖല DCPയുടെ ഓഫീസിൽ വിളിച്ചാണ് ചോദ്യം ചെയ്തത്. ഇതിൽ ശശി തരൂരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് നാരായൺ സിംഗ്. ഈ നാരായൺ സിംഗിനെ 5 മണിക്കൂറോളം ചോദ്യം ചെയ്തു എന്നാണ് ലഭിക്കുന്ന വിവരം. നേരത്തെയും കഴിഞ്ഞ ദിവസം ഈ നാരായൺ സിംഗിനെ കഴിഞ്ഞ മാസവും ഡൽഹി പോലീസ് ചോദ്യം ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ ശശി തരൂർ തന്നെ ഡൽഹി പോലീസിനെതിരെ ഒരു കത്ത് എഴുതിയത്. തന്റെ സഹായി നാരായൺ സിംഗിനെ പീഡിപ്പിക്കുകയാണ്, കുറ്റം ഏറ്റെടുക്കാൻ പ്രേരിപ്പിക്കുകയാണ് തരത്തിലൊരു കത്ത് എഴുതിയിരുന്നു. ആ സഹായിയാണ് ഈ നാരായൺ സിംഗ്. ആ നാരായൺ സിംഗിനെയാണ് വീണ്ടും ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇവരിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ശശി തരൂരിനെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് കടക്കുക. 7ഓളം സ്റ്റാഫുകൾ ഇനിയുമുണ്ട്. അവരെയും കൂടുതൽ ചോദ്യം ചെയ്യേണ്ടി വരുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. അതിനുശേഷം ശശി തരൂരിനെ ചോദ്യം ചെയ്യുന്ന നടപടിക്രമങ്ങളിലേക്ക് കടക്കും. നാളെ കേരളത്തിൽ ആയുർവേദ ചികിത്സ കഴിഞ്ഞ് ശശി തരൂർ ഡൽഹിയിൽ എത്തുമെന്നാണ് സൂചന. എന്നാൽ പോലും ശശി തരൂരിനെ അതിവേഗത്തിൽ ചോദ്യം ചെയ്യുന്ന നടപടിക്രമങ്ങളിലേക്ക് കടക്കില്ല. ഈ ആദ്യഘട്ടം എന്ന നിലയിൽ ഈ സഹായികളെ ചോദ്യം ചെയ്ത് അത് പൂർത്തിയായതിനു ശേഷം മാത്രം ശശി തരൂരിന്റെ അടുത്തേക്ക് അന്വേഷണ സംഘം തിരിക്കുകയുള്ളൂ. സുനന്ദ പുഷ്കറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ശശി തരൂരിന്റെ 2 സഹായികളെ ദില്ലി പോലീസ് ചോദ്യം ചെയ്തു. വിവരങ്ങൾ നൽകുകയായിരുന്നു സന്തോഷ് സർലിംഗ്. മറ്റു വാർത്തയിലേക്ക്. CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായി KP ഉദയഭാനുവിനെ തിരഞ്ഞെടുത്തു. 32-അംഗ ജില്ലാ കമ്മിറ്റിയെയും സമ്മേളനം തിരഞ്ഞെടുത്തു. കമ്മിറ്റിയിൽ 2 പുതുമുഖങ്ങളാണ് ഉള്ളത്. 8000-ഓളം പേർ പങ്കെടുത്ത ചുവപ്പ് സേന മാർച്ചിന് ശേഷം PK ചന്ദ്രാനന്ദൻ നഗറിൽ നടന്ന സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. റാന്നിയുടെ മണ്ണിനെ ചുമപ്പണിയിച്ചാണ് പത്തനംതിട്ട ജില്ലാ സമ്മേളനം സമാപിച്ചത്. KP ഉദയഭാനുവിനെ പുതിയ സെക്രട്ടറിയായും 32-അംഗ ജില്ലാ കമ്മിറ്റിയെയും സമ്മേളനം ഐകകണ്ഠേന തിരഞ്ഞെടുത്തു. രാവിലെ ജില്ലാ കമ്മിറ്റി തയ്യാറാക്കി അവതരിപ്പിച്ച പാനൽ സമ്മേളനം ഐകകണ്ഠേന അംഗീകരിക്കുകയായിരുന്നു. പാർട്ടി പ്രവർത്തകരെ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനത്തിനാകും പ്രാമുഖ്യം നൽകുകയെന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ സെക്രട്ടറി KP ഉദയഭാനു പറഞ്ഞു. പത്തനംതിട്ട ജില്ലാ സമ്മേളനം വിഭാഗീയക്ക് അതീതമായി അതിൻ്റെ എല്ലാ നടപടികളും പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈ ജില്ലയിലെ പ്രസ്ഥാനത്തിന് അത് വലിയ കരുത്താണ് നൽകുന്നത്. ആ ഐക്യം കൂടുതൽ ശക്തിയോടുകൂടി ഈ ജില്ലയിലെ പ്രസ്ഥാനം മുന്നോട്ട് പോകും. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരും തൊഴിലാളികളും പാവപ്പെട്ടവരുടെയും ജീവിതമോചനത്തിനായി ഈ പ്രസ്ഥാനത്തിൽ കൂടുതൽ കരുത്തോട് നയിക്കും. പഴയ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും 4 പേർ ഒഴിവായപ്പോൾ 2 പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിയാണ് 32-അംഗ ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചത്. ആരോഗ്യവും വ്യക്തിപരവുമായ കാരണങ്ങളാൽ A. ലോപ്പസ്, ഫിലിപ്പ് കോശി, സുഭക, KPC കുറുപ്പ് എന്നിവരാണ് കമ്മിറ്റിയിൽ നിന്നും ഒഴിവായത്. കോന്നി ഏരിയ സെക്രട്ടറി CG ദിനേശൻ, കോമളം അനിരുദ്ധൻ എന്നിവരാണ് കമ്മിറ്റിയിലെത്തിയ പുതുമുഖങ്ങൾ. കടുത്ത വിഭാഗീയതയുണ്ടെന്ന മാധ്യമങ്ങളുടെ കുപ്രചരണത്തിന് തിരിച്ചടി നൽകിയാണ് കമ്മിറ്റി അംഗങ്ങളെയും സെക്രട്ടറിയെയും തിരഞ്ഞെടുത്തത്. ഇനിയുള്ള നാളിൽ മലയോര ജില്ലയുടെ സമഗ്ര വികസനത്തിനു വേണ്ടിയുള്ള പ്രക്ഷോഭത്തിലാകും പാർട്ടി ഊന്നൽ നൽകുക. ക്യാമറമാൻ ജയപ്രകാശിനും റിപ്പോർട്ടർ ദിൽജിത്തിനുമൊപ്പം ലെസ്ലി ജോൺ, പത്തനംതിട്ട. പാമോലിൻ കേസിലെ വിധി ഉമ്മൻചാണ്ടിക്ക് മുഖമടച്ച് കിട്ടിയ അടിയാണെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഹൈക്കോടതി വിധി ഉമ്മൻചാണ്ടിക്ക് എതിരാണെന്നും പിണറായി വിജയൻ സൂചിപ്പിച്ചു. VS പരാമർശിച്ച ഇന്നത്തെ ഹൈക്കോടതി വിധി മുഖമടിച്ച് അടി കിട്ടുന്ന മാതിരിയാണ് ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള ആ ഹൈക്കോടതിയുടെ വിധി. എങ്ങനെ വന്നതാണ് ആ വിധി? ഈ കേസില് ഉമ്മൻചാണ്ടി എല്ലാ കാലത്തും സ്വീകരിക്കുന്ന ഒരു നിലപാടുണ്ട്. അത് ഈ കേസ് കോടതിയിൽ നടക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നേരത്തെ അത് തുടരാതിരിക്കാൻ തീരുമാനിച്ചു. ബാർ കോഴയിൽ 2 MP-മാർക്കും പങ്കുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. ബാർ ഉടമകൾ പിരിച്ചെടുത്ത 20 കോടി രൂപയിൽ MP-മാരും പങ്കുപറ്റിയെന്നും VS ആരോപിച്ചു. CPIM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു VS അച്യുതാനന്ദൻ. ഏതാണ്ട് 20 കോടിയോളം രൂപയുടെ പിരിവെടുത്തു. ബാർ ഉടമകളോടെല്ലാം പിരിവെടുത്തു. വിജിലൻസ് പോലീസ് അന്വേഷിച്ചപ്പോൾ ബാറുകാരുടെ കമ്മിറ്റിയുടെ യോഗത്തിന്റെ മിനിറ്റ്സ് പിടിച്ചെടുത്തപ്പോൾ ആ 20 കോടിയിൽ കുറെ ഭാഗം
2 കോൺഗ്രസ് എംപിമാർക്കും കൊടുത്തിട്ടുണ്ട് എന്നാണ് പുറത്തു വന്നിട്ടുള്ളത്. CNN IBN ഇന്ത്യൻ ഓഫ് ദി ഇയർ തെരഞ്ഞെടുപ്പ് പട്ടികയിൽ മലയാളി IPS ഉദ്യോഗസ്ഥൻ P. വിജയൻ ഫൈനൽ റൗണ്ടിൽ. വിപ്രോ ഉടമ അസീം പ്രേംജി തുടങ്ങിയ പ്രമുഖരെ പിന്തള്ളിയാണ് സംസ്ഥാന ഇന്റലിജൻസ് DIG P. വിജയൻ ഫൈനൽ റൗണ്ടിൽ എത്തിയത്. രാഷ്ട്രീയം, കായികം, ബിസിനസ്, വിനോദം, പൊതുജനസേവനം, ഗ്ലോബൽ ഇന്ത്യൻ എന്നീ 6 വിഭാഗങ്ങളിലായാണ് CNN IBN ഇന്ത്യൻ ഓഫ് ദി ഇയർ പുരസ്കാരം നൽകുന്നത്. ഇതിൽ പൊതുജന സേവന വിഭാഗത്തിലാണ് സംസ്ഥാന ഇന്റലിജൻസ് DIG P. വിജയൻ ഇടം നേടിയിരിക്കുന്നത്. വിപ്രോ ഉടമ അസീം പ്രേംജി, പാലിയം ഇന്ത്യ സ്ഥാപകനും മലയാളിയുമായ ഡോക്ടർ MR രാജഗോപാൽ, പത്രപ്രവർത്തക ടോൺഗാം റിന എന്നിവരെ പിന്തള്ളിയാണ് P. വിജയൻ ഫൈനൽ റൗണ്ടിലെത്തിയത്. വിദ്യാർത്ഥികളിൽ പൗരബോധവും നിയമബോധവും വളർത്താൻ നടപ്പാക്കിയ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി, ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണം ലക്ഷ്യമിട്ടുള്ള അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ എന്നീ പദ്ധതിയാണ് P. വിജയനെ പട്ടികയിൽ എത്തിച്ചത്. ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കിയതിനെ തുടർന്ന് അമേരിക്കയിലെ ആരോഗ്യ സർവകലാശാലയായ ഹോപ്കിൻസ് അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. 1999 IPS ബാച്ചുകാരനായ വിജയൻ കോഴിക്കോട് സ്വദേശിയാണ്. ബാല്യകാലത്ത് കഠിനമായ തൊഴിലുകളിൽ ഏർപ്പെടേണ്ടി വന്ന അനുഭവങ്ങളാണ് P. വിജയനെ നൂതനമായ പല പദ്ധതികളും ആവിഷ്കരിക്കാൻ പ്രേരണയായത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായും അദ്ദേഹം പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. www.facebook.com/indianoftheyear/app എന്ന ലിങ്കിലൂടെയാണ് P. വിജയന് വോട്ട് രേഖപ്പെടുത്തേണ്ടത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അയ്യപ്പ സേവകനായി 25 വർഷങ്ങൾ പൂർത്തിയാക്കിയ ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരരെ മേൽശാന്തിയും ദേവസ്വം ജീവനക്കാരും ചേർന്ന് ആദരിച്ചു. 1980 പൂജയിൽ സഹായിക്കാൻ അച്ഛനോടൊപ്പം സന്നിധാനത്തെത്തിയ കണ്ഠരര് രാജീവരര് 1990 ശബരിമലയിലെ മുഴുവൻ സമയ തന്ത്രിയായി മാറിയത്.